ഇവിടെ ഇപ്പോൾ ജസ്റ്റ് നൗ സിംഹ പറഞ്ഞതുപോലെ ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രത്തിൽ വളരെ പ്രത്യേകതയുള്ള ചില മൊമെന്റ്സുകളുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന വ്യാവസായിക വളർച്ചയ്ക്ക്, വ്യാപാര വളർച്ചയ്ക്ക്, അതുണ്ടാക്കുന്ന നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിൽ, സാധാരണക്കാരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന വ്യത്യാസത്തിന് ഒരു വലിയ കുതിപ്പ് ഉണ്ടാക്കുന്ന നിമിഷം എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. ജസ്റ്റ് നൗ ബഹുമാനായ CM ഫ്ലാഗ് ഓഫ് ചെയ്തത് 2 ട്രക്ക് ലോഡ് കേരളത്തിൻ്റെ സാധനങ്ങളാണ്. നേരെ പോകുന്നത് യൂറോപ്പിലേക്കും അതുപോലെ തന്നെയുള്ള ഇതുവരെ നേരെ പോകാൻ പറ്റാത്ത പ്രദേശങ്ങളിലേക്കുമാണ്. എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് നമ്മുടെ ക്യാഷ് പോവും, കയറ് പോവും, ഹാൻഡ്ലൂംസ് പോവും. ഞങ്ങൾ നേരത്തെ ഒരു ഇൻട്രാക്ഷനിൽ അവരുമായി ഇരുന്നപ്പോൾ ഞങ്ങൾ അവരോട് റിക്വസ്റ്റ്, ഞാൻ ബഹുമാന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ റോഡ് ഷോ നടത്തണം. കാഷ്യൂവിന് വേണ്ടി, കയറിന് വേണ്ടി, ട്രഡീഷണൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി നമുക്ക് അയക്കാവുന്ന അനവധി സാധനങ്ങളുണ്ട്. അതിൻ്റെ ഗേറ്റ് വേ ആണിത്. നമുക്കറിയാം ദുബായ് പോർട്ട് ആ UAEക്ക്, ദുബായിക്ക്, ഗൾഫ് കൺട്രീസിന് ചെയ്ത മഹത്തായ കാര്യം നമുക്കറിയാം. ഇന്നിപ്പോൾ ഹോർമൂസിൽ ചെറിയൊരു തടസ്സം ഉണ്ടായപ്പോൾ, ഒരു മൊമെന്റ് വ്യത്യാസം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ആശങ്ക നമുക്കറിയാം. അവിടെയുള്ളവർ വിഴിഞ്ഞം പറ്റുമോ എന്ന് നോക്കുകയാണ്. കാരണം വിഴിഞ്ഞത്തുനിന്ന് എളുപ്പമാണ്. ദി ഷോർട്ടസ്റ്റ് റൂട്ട് ടു യൂറോപ്പ്, ദി ഷോർട്ടസ്റ്റ് പോർട്ട് ടു അതർ പ്ലേസസ്. ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. ദി ബിഗ് കോസ്റ്റ് ഇൻ എക്സ്പോർട്ട്. സാധനത്തിന്റെ മാനുഫാക്ചറിങ്ങിന്റെ കൂടെ ഓപ്പറേഷൻസിന്റെ കോസ്റ്റും കൂടി കൂട്ടുമ്പോഴാണ് സാധനത്തിന്റെ വില വ്യത്യാസപ്പെടുന്നത്. അതാണ് ഓയിലിനും മറ്റു സാധനങ്ങൾക്കും അവിടെ സംഭവിക്കുന്നത്. എങ്കിൽ നമ്മുടെ സാധനങ്ങൾക്ക് വരാവുന്ന ഓപ്പർച്യൂണിറ്റി, അവസരം, അത് കണ്ട് അതിനനുസരിച്ച് നമ്മൾ ഒരുങ്ങിയാൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ പുതിയ കേരളം പിറക്കും. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന് ഈ വിഴിഞ്ഞത്തും പരിസരത്തുമൊക്കെ ആവശ്യത്തിന് ലോജിസ്റ്റിക് പാർക്കുകളും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അദ്ദേഹം പറയും. ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം രേഖപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ, സാധാരണക്കാരുൾപ്പെടെ ഉള്ള എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം വരുത്താവുന്ന ഒരു നിമിഷമാണ് ഇത്. എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്.